ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. ഒരുപാട് പഠിക്കാനുണ്ടല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലേ. നമുക്ക് രണ്ടും പഠിക്കാനുള്ളത് ഒരേ കോൺസെപ്റ്റും കാര്യങ്ങളും തന്നെയാണ്. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം വളരെ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് അത് CM കിഡ്സ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആവുന്നത്. ആനുവൽ എക്സാമിനും ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് കൈകോർത്തവർ പറഞ്ഞത്. പ്രളയാവസാനം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിലെ സച്ചിദാനന്ദൻ എഴുതിയൊരു കവിതയാണ് പ്രളയാവസാനം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 2018 എന്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രളയം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വെള്ളപ്പൊക്കം. വളരെ നമ്മൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. 2018 എന്ന മനോഹരമായ ഒരു സിനിമ, മനോഹരം എന്ന് പറയുന്നതിലപ്പുറം നമ്മളെ ഭീതിയിലാഴ്ത്തിയ ഒരു സിനിമയായിരുന്നു 2018. എന്തുകൊണ്ടാണ്? നമ്മൾ അനുഭവിക്കാത്തത് മറ്റു പലരും അനുഭവിച്ചിരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുകയായിരുന്നു അല്ലേ, ആ ഒരു സ്ക്രീനിലൂടെ, ആ ഒരു ചിത്രത്തിലൂടെ. അപ്പോൾ അതിനെക്കുറിച്ച് സിനിമകൾ മാത്രമല്ല, കവിതകളും ഇറങ്ങിയിട്ടുണ്ട്, കവിതകളും വന്നിട്ടുണ്ട്, ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്. അതിലൊരു കവിതയാണ് സച്ചിദാനന്ദൻ്റെ പ്രളയാവസാനം എന്ന് പറയുന്ന കവിത. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കൈകോർത്തു, പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി, ഞങ്ങൾ കുനിഞ്ഞു നിന്നു, ചവിട്ടിക്കയറാനുള്ള പാറകളായി, ഞങ്ങൾ നിലത്തിരുന്നു, കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി, ഞങ്ങൾ നിവർന്നിരുന്നു, മുകളിലെത്താനുള്ള കോവണികളായി, ഞങ്ങൾ കമിഴ്ന്നു കിടന്നു, പുഴ കടക്കാനുള്ള പാലങ്ങളായി, കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു, ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി, കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി, പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു, നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു, ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും, പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ, അക്ഷരങ്ങളെപ്പോലെ. പ്രളയാവസാനം എന്ന് പറയുന്ന കവിതയിൽ സച്ചിദാനന്ദൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതെന്തിനെക്കുറിച്ചാണ്? അതിജീവനത്തെക്കുറിച്ചാണ് അല്ലേ. അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണ്? നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ അതിനെ അതിജീവിക്കണം എന്നുള്ളതാണ് അല്ലേ. ഇത് പലരും വായിച്ചിട്ട് എന്നോട് പറയുകയുണ്ടായി, ടീച്ചറെ ഇതിൽ കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അതെന്താണ് ഈ പ്രയോഗങ്ങൾ? ഒന്നുമില്ല, ഞങ്ങൾ കൈകോർത്തു, പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി. നേരിട്ട് കവി പറയുന്നില്ല എന്താണ് പ്രളയത്തെ അതിജീവിച്ചതാണ് എന്നുള്ളത് അല്ലേ. പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി, ഞങ്ങൾ കുനിഞ്ഞു നിന്നു, ചവിട്ടിക്കയറാനുള്ള പാറകളായി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ സമയത്ത് ചെയ്ത കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രളയം വന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള ആളുകൾ, നമുക്ക് അവിടേക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് പോവുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയായിരുന്നു അല്ലേ. ഒരുപാട് കെട്ടിപ്പൊക്കിയ വീടുകളും അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു പ്രളയം വന്ന സമയത്തേക്ക് പിറ്റേന്ന് നേരം വിളക്കുമ്പോഴേക്ക് എല്ലാം തകർന്നടിയുകയായിരുന്നു അല്ലേ. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെയാണ് നമ്മളെ ചെയ്തു കൊടുത്തത്. ഞാനൊക്കെ പലർക്കും നോട്ടൊക്കെ എഴുതി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ കൂടിയാണ് ഇത്തരം പാഠഭാഗങ്ങൾ നമ്മളെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ വരാം എന്ന്, അത് CM കിഡ്സ് സ്കോളർഷിപ്പിനായാലും ആനുവൽ എക്സാമിനായാലും ഡയറക്റ്റ് ചോദ്യങ്ങൾക്കല്ല സാധ്യത. ഇൻഡയറക്റ്റായിട്ട് നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ എഴുതേണ്ടതായിട്ടാണ് ആനുവൽ എക്സാമിന് വരിക അല്ലേ. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനോ ഇതിലെ ചില പ്രയോഗങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടില്ലേ, ഇങ്ങനെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വരുന്ന എക്സാമിന് ഇതായിരിക്കും കുറച്ചൊരു ടഫായിട്ട് പലരും എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിനെ പറ്റിയാണ്. അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകത എന്താണ്? അവഞ്ചേഴ്സ് ബാച്ച് തുടക്കം മുതൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ അവസാന നിമിഷത്തിലും അതിൽ ജോയിൻ ചെയ്യാത്ത പലരും ഉണ്ട്. അത് തുടക്കം മുതൽ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠഭാഗങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നുകൊണ്ട് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടും 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ നിങ്ങൾക്ക് പാകിത്തരാനും നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സിൻ്റെ ഒരു റിവിഷൻ ബാച്ച് കൊണ്ട്
ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുക. നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ റിവിഷൻ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 15% ഓഫറോട് കൂടിയിട്ടാണ് നിങ്ങൾക്കിതിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഈ ആനുവൽ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇനി ഹൈസ്കൂളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അവിടെ ഒരു അടിത്തറ പാകിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ മറക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്കൊപ്പം അവഞ്ചേഴ്സിൻ്റെ പുതിയ ബാച്ച് ഉണ്ടാവും കേട്ടോ.